സാറേ കഞ്ഞി വേണോ? സാറേ ഇന്നലെ വന്ന് പുള്ളിയാണ് കേട്ടോ, സാറില്ലായിരുന്നു. കൊടുത്താ മതിയോ സാറേ? എന്നതാണോ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്? ഈ സാറ് പറഞ്ഞു വെള്ള പേപ്പറിൽ പരാതി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. എടോ, വെള്ള പേപ്പറിനകത്ത് പരാതി 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 എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വരാൻ അല്ലടോ പറഞ്ഞത്. തനിക്ക് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ അതിന് പരാതിയായിട്ട് എഴുതിക്കൊണ്ട് വരാനാ പറഞ്ഞത്. അയ്യോ, അങ്ങനെയായിരുന്നു. തന്റെ പരാതി അത് പറഞ്ഞ കേക്കട്ടെ. സാറേ, ഞാൻ ഈ തുരുത്തിന്റെ കിഴക്കേറ്റത്ത് താമസിക്കുന്ന ഒരാളാ. ഞാൻ ഒരു സാധുവാ സാറേ. ഒരു അമേരിക്കക്കാരെ ഇപ്പൊ എന്റെ വീട്ടിന്റെ അപ്പുറത്ത് വന്ന് താമസമുണ്ട്. പുള്ളി വന്ന് എന്നോട് പറയുമ്പോ വർഷങ്ങളായിട്ട് എന്റെ വീട്ടിന്റെ മുമ്പ് നിൽക്കുന്ന ഒരു മാവ് മുറിച്ചു കൊടുക്കണോ സാറേ? എന്നാ കാര്യത്തിന്? എനിക്കറിയത്തില്ല. പുള്ളി ഒരു കാറാക്കണ്ട് മേടിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പുള്ളിയെ വിളിക്കും. വരുന്നുണ്ട്. ഗൾഫുകാരൻ വന്നാണ് നമ്മുടെ വീട്ടിലെ. ഇച്ചിരി കടുങ്കാപ്പി എടുക്കും പുള്ളിക്ക്. എന്നാ സാർ എല്ലാവർക്കും ഓരോ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ വെക്കാം. എന്നാ നിങ്ങൾ തമ്മിലുള്ള കേസ് പറഞ്ഞാൽ ആദ്യം. സാറേ, എന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു കാർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപയുടെ കാറാണ്. ആ കാറ് ഇവന്റെ വീടിന്റെ വാതിക്കുന്ന മാവ് കാരണം എന്റെ വസ്തുവിലോട്ട് എന്റെ കാർ കയറത്തില്ല. അതുകൊണ്ട് ആ മാവ് വെട്ടിത്തരണം. അതാണ് എന്റെ പരാതി. അതിനായമായിട്ടുള്ള കാര്യമാണോ? 1 കോടി രൂപ ഒരു കാർ മേടിച്ചിന് അവനറിയാം അതിന്റെ ഓക്കാർ എന്നാന്നുള്ളത്. ആ മരം അങ്ങ് മുറിച്ച് കളഞ്ഞാച്ചാൽ മതി. അവന്റെ കാർ അതിനകത്തോട്ട് കേട്ടെ. അയ്യോ, ആ മരം മുറിക്കാൻ പറ്റൂല. ആ മരം എന്റെ അച്ഛനാണ്. അത് പണ്ട് എന്റെ അച്ഛൻ മാമ്പഴം തിന്നുകൊണ്ടിരുന്നപ്പം ഈ മാങ്ങ വേണ്ടി തൊണ്ടേ കുരുങ്ങി എന്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെയാണ് മരിച്ച എന്റെ അച്ഛനെ കൊണ്ട് അടക്കം ചെയ്ത സ്ഥലത്തുനിന്ന് പൊടിച്ചു വന്ന മാവാണത്. അപ്പൊ അത് എന്റെ അച്ഛന്റെ ആത്മാവിനെ പോലെയാണ് നമ്മൾ ആ മാവിനെ കാണുന്നത്. മുറിക്കാൻ പറ്റുമെന്നാ പുള്ളി പറയുന്നത്. അതെങ്ങനെ ശരിയാ സാറേ? എന്റെ 1 കോടി രൂപയുടെ കാറ് പോകണമെങ്കിൽ ആ വഴി നിൽക്കുന്ന മാവ് മുറിച്ചാലല്ലേ പറ്റുള്ളൂ. നിന്റെ തന്തയെ കൊന്നിട്ടാണെങ്കിലും ശരി ആ പുള്ളിക്ക് അവിടെ കാറ് കഴിക്കാൻ പറ്റും. എന്റെ സാറേ, ഞങ്ങൾ വിളക്ക് കത്തിച്ച് സന്ധിക്ക് തൊഴുവുന്ന മാവാണ്. നീ തൊഴുതാലും കൊള്ളാം തൊഴുതില്ലാലും കൊള്ളാം. ആ മാവ് മുറിച്ച് കഴിഞ്ഞാൽ എന്റെ കാറ് കയറുള്ളൂ. നിന്റെ മാവ് മുറിച്ച് കളയണം. നീ അമേരിക്കയിൽ നിന്നെങ്കിൽ നിനക്ക് അത്ര പത്താണെങ്കിൽ നീ പെരയുടെ മാച്ച് കാർ കൊണ്ടുപോടാ. എന്റെ മാവ് മുറിച്ച് കളയണം. എന്റെ മാവ് എന്റെ വർഷം എന്റെ 1 കോടി രൂപയുടെ കാറ് മാവ് ഒറ്റ വഴിയുള്ളൂ. ആ മാവ് മുറിച്ച് കളയുന്നു. നീ നേരെ ആ മാവ് മുറിക്കാൻ വേണ്ടി ആ മുരളിയും വിളിച്ചേ. ആര് വന്നാലും ആ മാവ് മുറിക്കാൻ ഞാൻ സമ്മതിക്കും. ആവശ്യമില്ലാത്ത കാര്യം നീ പറയേണ്ട കാര്യമില്ല. എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ രസയ്യ. സാറ് ഇവിടെ നിൽക്കണോ? പിന്നെ കാശിതാ പോട്ടെ. മാവ് മുറിച്ചോ? മാവ് മുറിച്ച് എന്റെ അച്ഛനെ മുറിച്ച അപ്പൊ എന്റെ കാറ് പോകും. കാറ് പോയി. കാറ് പോയോ? പോയി. കാറ് പോകാൻ താക്കോൽ എന്റെ ഇരിക്കുകയാണല്ലോ. ഞാൻ ഈ മാവ് മുറിച്ചിട്ട് ഈ കാറിന്റെ പുറത്താ. കാർ തമിഴ് പൊളിയായിപ്പോയി. അങ്ങനെ